ഹായ് ഫ്രണ്ട്സ്, ഷാലു പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ല പുട്ടിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഉഗ്രനായിട്ടുള്ള ഒരു കടലക്കറി റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. ചുവന്ന കടലയാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത്. ബ്രൗൺ കടല നമ്മുടെ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച് കുതിരാൻ വെച്ചതാണ്. നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ കാലത്തെടുത്ത് അതിനെ കറി വയ്ക്കാം. അതിനായി ഇഞ്ചി, വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് തക്കാളിയും ഒരു സവാള നീളത്തിൽ അരിഞ്ഞതാണ്. എന്നിട്ട് ഒരു മൂടി തേങ്ങ, ഒരു തേങ്ങയുടെ അരമൂടി ഉണ്ടാവില്ലേ, ആ അരമൂടി തേങ്ങ നമുക്ക് എടുത്ത് ചിരവിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മൈ പോലെ അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും കൂടി ചേർത്തണേ. നല്ല മൈ പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി അടുത്തതായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിൽ കറിവേപ്പില, കടുക് എന്നിവ ഇട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ട് തക്കാളിയും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ സവാളയൊക്കെ ഒന്ന് മൊരിഞ്ഞ് ബ്രൗൺ നിറം ആകുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാള നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, ഗരം മസാല, കുറച്ച് മുളക് പൊടി ആവശ്യത്തിന്, എത്രയാണോ നമ്മൾ കടല എടുക്കുന്നത് അതിന് ആവശ്യത്തിന് കേട്ടോ, കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒരു വഴണ്ട് വരണം കേട്ടോ ഇതൊന്ന്. അങ്ങനെ ഇത് നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചുവന്ന കടല ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു ആവശ്യത്തിന് 1 കപ്പ് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ശേഷം ആവശ്യത്തിന് ഉപ്പ്, കടല നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാണ്, അപ്പോൾ അതും ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് തിളക്കട്ടെ. ഈ നന്നായി തിളച്ച് വരുന്ന സമയത്തേക്ക് എല്ലാവരും നന്നായി തിളവന്ന ശേഷം നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയായ കറിയാണ് കേട്ടോ കടലക്കറി. പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ധാരാളം പുട്ട് നന്നായി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാകും. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ മണത്തിൽ നല്ല ടേസ്റ്റിയാണ് കടലക്കറി. ഒന്ന് തീർച്ചയായും ഇതുപോലെ ചെയ്ത് നോക്കണം. അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് നന്നായി ഒന്ന് തിളച്ച് സെറ്റായി വന്ന് നമ്മുടെ കറി സെറ്റായി കേട്ടോ. ഇതിന് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എത്ര വേണമെങ്കിൽ ധാരാളം ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കുറുകി വരുന്ന പോലെയോ അല്ലെങ്കിൽ 2 ആളൊക്കെ ഉള്ളതെങ്കിൽ നന്നായി ഒന്ന് കുറുക്കിയെടുത്ത് നല്ല ടേസ്റ്റാണ്. ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ നല്ല ടേസ്റ്റാണ്. നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഉഗ്രൻ ടേസ്റ്റിയായ കറിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണും വരെ ഷാലു പാലക്കാട്. ടാറ്റാ, ബൈ ബൈ.